Good morning, guys. അപ്പോൾ ഹാപ്പി വീക്കെൻഡ്. നിങ്ങൾ ഈ വീക്കെൻഡ് എന്തായാലും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണം. വി ഹാവ് എ ലോട്ട് ഓഫ് ന്യൂസ് ദാറ്റ് ഹാപ്പൻ ദിസ് വീക്ക്. കുറേ കാര്യങ്ങളുണ്ട്. ഐ ബി കവറിംഗ് മോസ്റ്റ് ഓഫ് ഇറ്റ്. ഐ ബി കവറിംഗ് ആപ്പിൾ, ഐ ബി കവറിംഗ് മൈക്രോസോഫ്റ്റ്, ആൻത്രോപിക് പോലെയുള്ള കുറേ കാര്യങ്ങൾ വിൽ ബി കവറിംഗ് ദിസ് വീക്ക്. സോ യു ഷുഡ് ഗ്രാബ് യുവർ കോഫി ആൻഡ് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ നമുക്ക് തുടങ്ങാനുള്ളത് ആപ്പിൾ ന്യൂസ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ആപ്പിളിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാക്ബുക്ക് നിയോ കഴിഞ്ഞ ദിവസം റിലീസായി. നമ്മളെല്ലാവരും അതിനെ പറ്റിയുള്ള വാർത്ത ചിലപ്പോൾ കണ്ടു കാണും. മാക്ബുക്ക് നിയോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആപ്പിൾ ബഡ്ജറ്റ് സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്ത് ഇറക്കിയ ഫസ്റ്റ് മാക്ബുക്ക് ആണ്. ആൻഡ് US മാർക്കറ്റിലാണ് അവർ ആക്ച്വലി അത് മോസ്റ്റ് കോമ്പറ്റേറ്റീവ് ആയിട്ട് പ്രൈസ് ചെയ്തത്. അതിന് അവിടെ വില ഇന്ത്യയിൽ ഏതാണ്ട് 50,000 റുപ്പീസ് ആണ്. ഐ മീൻ അവിടെ ഈക്വലൻ്റ് ആയിട്ട് $500-600 വരും. സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ $500 വരും. സോ അവർ ഈ മാക്ബുക്ക് ഇത്രയും ചീപ്പായിട്ട് ഇറക്കാൻ പറ്റുന്ന കാരണം എന്ന് പറഞ്ഞാൽ അവർ അതിൽ ഉപയോഗിച്ചത് ഐഫോണിൻ്റെ ചിപ്പാണ്. ആൻഡ് ഇത് ഓൾസോ വാർത്തയിൽ ഫേമസ് ആയി. പക്ഷേ ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നതും ഇത് കാരണമുള്ള പ്രശ്നമാണ്. സോ ബേസിക്കലി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാക്ബുക്ക് നിയോനെ അവർ പ്രതീക്ഷിച്ചക്കാട്ടും വളരെയധികം ഡിമാൻഡ്. ആൻഡ് അവർക്ക് ആ ഡിമാൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാച്ച് ചെയ്യാൻ പറ്റാത്ത കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഈ മാക്ബുക്ക് നിയോയിൽ ഉപയോഗിക്കുന്ന ഐഫോണിൽ ഉണ്ടാക്കുന്ന ചിപ്പിൻ്റെ ബിൽഡ് വേർഷനാണ്. ബേസിക്കലി ചിപ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ 100% ആയിട്ട് അവർക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടില്ല. കുറച്ച് സാധനങ്ങൾ ഡിഫക്റ്റീവ് ആയി പോകും. ആൻഡ് ഈ ഡിഫക്റ്റീവ് ആയി പോകുന്ന ചിപ്പിനെ പല കേസുകളിലും ഡിസ്കാർഡ് ചെയ്യാൻ ഷെയർ. പക്ഷേ ആപ്പിൾ പല കേസിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോവർ വേർഷൻ്റെ ചിപ്സ് ആയിട്ട് വിൽക്കും. സോ ബേസിക്കലി ഡിഫക്റ്റീവ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോറൊക്കെ ഡാമേജ് ആവുകയും ചെയ്യും. അപ്പോൾ അവർ ആ കോറ് ഡിസേബിൾ ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ ഐഫോൺ 16 പ്രോയിൽ വരുന്ന 18 പ്രോവിന് 6 കോർ GPU ആണ്. പക്ഷേ മാക്ബുക്ക് നിയോയിൽ വരുന്ന 5 കോർ GPU. കാരണം A18 പ്രോ ഐഫോണിന് വേണ്ടി വിൽക്കുമ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ ഡിഫക്റ്റീവ് ആയി പോയി. ആ ഡിഫക്റ്റീവ് ആവുന്ന സാധനം അവർക്ക് മാക്ബുക്ക് നിയോന് വേണ്ടി റീപർപ്പസ് ചെയ്യാണ്. സോ ബേസിക്കലി ഐഫോൺ 16 പ്രോ സെയിൽസ് ഉണ്ടാകുമ്പോൾ അതിനുണ്ടാക്കുന്ന ചിപ്പിൻ്റെ ഡിഫക്റ്റീവ് സാധനങ്ങളാണ് മാക്ബുക്ക് നിയോ ആയിട്ട് വിൽക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്ബുക്ക് നിയോ ഡിമാൻഡ് ഐഫോണിനെക്കാട്ടും കൂടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര ഡിഫക്റ്റ് ചിപ്പ് കിട്ടില്ല. ഇപ്പോൾ 1,00,000 ഐഫോൺ ഉണ്ടാക്കുകയാണെങ്കിലും അതിലൊരു 40,000 ചിപ്പ് ഡിഫക്റ്റീവ് ആയി പോയാലും അത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷെ 40,000 ചിപ്പ് ഡിഫക്റ്റീവ് ആയി പോകണമെങ്കിൽ അവർക്ക് 80,000 ഡിമാൻഡ് വന്നാൽ 2,00,000 രൂപയുടെ ഐഫോൺ ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് ഓൾസോ അവർ ഐഫോൺ 16 ഇപ്പോൾ ഐഫോൺ 17 എത്തി. സോ അതിൻ്റെ ഓൾറെഡി സപ്ലൈ ചെയിൻസ് ഒക്കെ അവർ നിർത്തി വെച്ചിരിക്കുകയാണ്. സോ മാക്ബുക്ക് നിയോന് വേണ്ടി പുതിയ ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ സപ്ലൈ ചെയിൻ റീസ്റ്റാർട്ട് ചെയ്യണം. അതിന് കൂടുതൽ കാശ് ചിലവാകും. സോ ഇത് തന്നെയാണ് ഇപ്പോൾ ആപ്പിൾ ഫേസ് ചെയ്യുന്ന ഡിലെമ. അവർ ഈ സാധനം വിചാരിച്ച രീതിയിൽ വിചാരിച്ച പ്രൈസിൽ സെല് ചെയ്യണമെങ്കിൽ അവർക്ക് ചിപ്പ് മാനുഫാക്ചറിങ് റീസ്റ്റാർട്ട് ചെയ്യണം. അത് ഇന്നെവിറ്റബിളി പ്രൈസ് കൂട്ടുകയാണ് ചെയ്യുക. സോ ഇത് അവർ എങ്ങനെ ടാക്കിൾ ചെയ്ത് നോക്കണം. ഒരു വഴി എന്ന് പറഞ്ഞാൽ അത് ഈ 5 കോർ GPU 6 കോർ GPUയിലേക്ക് ആക്കി മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ ഐഫോൺ 16 സെയിം ചിപ്സ്. ഓർ ദേ കുഡ് ഡു സംതിങ്. അവർക്ക് ഐഫോൺ 17 ചിപ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഒരു പ്രൈസ് റേഞ്ചോ പുതിയ വേർഷനോ ഇല്ലാതെ അവർ കൊണ്ടുവരുമെന്ന് അറിയില്ല. എന്തായാലും ഇത് വളരെ രസകരമായിട്ടുള്ള ഇഷ്യൂ ആണ് എനിക്ക് കേട്ടിട്ട് തോന്നിയത്. സോ ഇതാണ് ആപ്പിൾ ഇപ്പോൾ കറന്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നം. സോ അടുത്തതായിട്ട് ഒരിക്കലും അവസാനിക്കാത്ത കോപ്പൈലറ്റിന്റെ കോമഡി വാർത്തകൾ തന്നെയാണ്. സോ ഈ ആഴ്ച മൈക്രോസോഫ്റ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ആൾക്കാർ ചേഞ്ച് ശ്രദ്ധിച്ചു. കോപ്പൈലറ്റ് ഇസ് ഓൺലി ഫോർ എന്റർടൈൻമെന്റ് പർപ്പസസ് ആൻഡ് കോപ്പൈലറ്റ് ക്യാൻ മേക്ക് എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 ക്ലോസ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഫീസ് സ്യൂട്ടിലല്ല എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിനെ തന്നെ കോപ്പൈലറ്റ് ആയിട്ട് റീനെയിം ചെയ്തു. എക്സലിലും വേർഡിലും പവർ പോയിന്റിലൊക്കെ കോപ്പൈലറ്റ് കുത്തിക്കയറ്റി. എല്ലാ എന്റർപ്രൈസ് ക്ലയൻസിനും പോരാത്തതിന് ഫൈനൽ എൻഡ് കൺസ്യൂമേഴ്സിന് വരെ അവർ കോപ്പൈലറ്റ് സെല് ചെയ്തു. വിൻഡോസിൽ സകല സ്ഥലത്തും കുത്തിക്കയറ്റി. വിൻഡോസിനെ ഏജന്റിക് ഓവോയ്സ് ആക്കുമെന്ന് വരെ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് അവർ പറയാണ് കോപ്പൈലറ്റ് ഇസ് ഫോർ എന്റർടൈൻമെന്റ് പേർപ്പസസ് ഓൺലി ആൻഡ് ഇറ്റ് ക്യാൻ മേക്ക് ഫാക്ചർ മിസ്റ്റേക്സ് എന്ന്. ബേസിക്കലി അവരെന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോപ്പൈലറ്റ് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസിന് ലീഗൽ ട്രബിൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ക്ലോസ് ഇതാക്കുന്നത്. ഒരു എന്റർടൈൻമെന്റ് പർപ്പസിനുള്ള സാധനം നിങ്ങൾ എന്തിനു വർക്കിന് ഉപയോഗിച്ചു എന്ന് നിങ്ങൾ കേസായിട്ട് ചെന്ന് പോകുമ്പോൾ അവർ ചോദിക്കും. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വർക്കിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതിനെ ഡിസിഷൻ മേക്കറായിട്ട് ഉപയോഗിക്കരുത്. നിങ്ങളൊരു ടൂൾ മാത്രമായിട്ട് കൺസിഡർ ചെയ്യണം. ആൻഡ് നിങ്ങൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിനെ എപ്പോഴും ഫാക്ട് ചെക്ക് ചെയ്യണം. എന്നാലോചിക്കണം, പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യുന്ന സാധനത്തെ പറ്റിയാണ് അവർ പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ ഫാക്ട് ചെക്ക് ചെയ്യണം. ഡബിൾ ചെക്ക് ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും തീരാത്ത കോപ്പൈലറ്റിന് വീണ്ടും ആൾക്കാർ വലിച്ച് റോട്ടേറ്റ് തയ്ക്കുന്ന അവസ്ഥയാണ് മൈക്രോസോഫ്റ്റിൻ്റെ അവസ്ഥ. സോ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താ തോന്നുന്നത് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം. സോ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. തെലങ്കാന ചീഫ് മിനിസ്റ്റർ ഒരു ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലെങ്ങാനും പുള്ളി പ്രപ്പോസ് ചെയ്തു കാരണം ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ലേ ഓഫ്സിന് ഒരു ടാക്സ് പോലെ കൊണ്ടുവരാന്നുള്ളത്. സോ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ആൾക്കാരെ ലേ ഓഫിന് ഗവൺമെന്റ് ടാക്സ് ചെയ്തിട്ട് അതിന് പ്രോഫിറ്റ് ഓഫ് ചെയ്യാൻ നോക്കുകയാണോ എന്ന്. പക്ഷേ ഞാൻ അതിൻ്റെ സ്പീച്ചിൻ്റെ കാര്യങ്ങൾ നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാർബൺ ക്രെഡിറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഒരു കമ്പനി പൊല്യൂട്ട് ചെയ്യുമ്പോൾ ആ പൊല്യൂഷനെ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി അവർ കാർബൺ ക്രെഡിറ്റ്സ് പർച്ചേസ് ചെയ്യും. ആൻഡ് വേറെ ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസാണ് ആ കാർബൺ ക്രെഡിറ്റ്സ് വിൽക്കുന്നത്. സോ അവർക്ക് ആ ഒരു ലെസ് പൊല്യൂഷനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടും. ആൻഡ് അതുപോലെ ഒരു പീപ്പിൾ ക്രെഡിറ്റ്സ് എന്ന സംഭവം കമ്പനീസ് ആൾക്കാരെ ലേ ഓഫ് ചെയ്യുമ്പോൾ അവരൊരു ക്രെഡിറ്റ്സ് വാങ്ങിക്കുന്നു ഇൻസ്റ്റെഡ്. സോ ദാറ്റ് മേ ബി ഗവൺമെൻറ് ആ ആൾക്കാരെ പിന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇൻസെൻറ്റീവ് ആയിരിക്കും എന്നൊരു ഐഡിയ ആണ്. സോ ഒരു
സോ ഇറ്റ് കൈൻഡ് ഓഫ് ഓൾസോ ഇൻസെൻറ്റിവൈസസ് കമ്പനീസ് ടു ലേ ഓഫ് പീപ്പിൾ അല്ലേ. ആൾക്കാരെ ലേ ഓഫ് ചെയ്യാനുള്ള ഒരു ഇൻസെൻറ്റീവ് കുറയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ എന്തോ അതിലൊരു ആൾക്കാരെ കമോട്ടൈസ് ചെയ്യുന്ന ഒരു മാതിരിയുള്ള ഫീലിംഗ് എനിക്ക് കിട്ടി. ബട്ട് ഓവറോൾ ഒന്ന് ആലോചിക്കുമ്പോൾ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഇനിഷ്യേറ്റീവ്. കാരണം ഒരു ഇന്നെവിറ്റബിൾ ഫ്യൂച്ചറായിട്ട് എനിക്ക് തോന്നുന്നു AI കാരണമുള്ള ലേ ഓഫ്, അറ്റ്ലീസ്റ്റ് ഫോർ എ പോർഷൻ ഓഫ് ദ കറന്റ് ജോബ് സെഗ്മെന്റ്. അപ്പോൾ എന്താവും എന്ന് കണ്ടറിയാം. ഇഫ് ഇറ്റ്സ് എ ഗുഡ് ഓവറോൾ പോളിസി ഡിസിഷൻ എന്തായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാവരും ഇന്ത്യൻ കമ്പനീസിൽ പൊതുവേ ഉണ്ടാകുന്ന ഒരു ടോക്സിക് ബിഹേവിയറിനെ പറ്റിയുള്ള വാർത്ത കേട്ടിട്ടുണ്ടാവും. സോ ഞാൻ ഈ അടുത്ത് തന്നെ ഒരു IT എംപ്ലോയിൻ്റെ അതുമാതിരിയുള്ള ഒരു വാർത്ത കണ്ടു. ഒരു പുള്ളിക്കാരി ഒരു 100% സാലറി ഹൈക്കിൽ എന്ന് പറഞ്ഞാൽ 2 times സാലറിയിൽ ഒരു IT കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണ്. ആൻഡ് ജോയിൻ ചെയ്ത ഉടനെ തന്നെ പുള്ളിക്കാരി ഓക്കെ ഞാൻ ഐ വിൽ റിസൈൻ എന്ന് പറഞ്ഞിട്ട് റിസൈൻ ചെയ്ത് വരികയാണ്. സോ ബേസിക്കലി എന്തുണ്ടായെന്ന് വെച്ചാൽ പുള്ളിക്കാരി കമ്പനി കയറിയപ്പോൾ പുള്ളിക്കാരി അവിടുത്തെ ട്രാക്കിംഗ് സിസ്റ്റം കാണണം. ഓക്കെ, ട്രാക്കിംഗ് സിസ്റ്റത്തിൽ പുള്ളിക്കാരി കാണുന്നത് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ ബ്ലിങ്കിങ് വരെ എംപ്ലോയർ ട്രാക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനൊപ്പം തന്നെ വെബ് ക്യാം ഉപയോഗിച്ച് സ്ക്രീൻഷോട്ട്സ്, സ്ക്രീൻ മൂവ്മെൻറ്റ്സ്, എത്ര നേരം ഐഡിൽ ടൈം വരുന്നു എന്നുള്ള സകല കാര്യങ്ങൾ ഇവർ ട്രാക്ക് ചെയ്യുക. ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അവർ പറയുന്ന പ്രൊഡക്ടിവിറ്റി എംപ്ലോയീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. പുള്ളിക്കാരി അപ്പോൾ തന്നെ റിസൈൻ ചെയ്ത് പോകുന്നു. സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഈ കമ്പനീസ് എന്താണ് പ്രൊഡക്ടിവിറ്റി എന്ന് തന്നെ വിചാരിക്കുന്നത്. നമ്മൾ എത്ര നേരം ഒരു മോണിറ്ററിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയിരിക്കുന്നു എന്നാണോ അവർ പ്രൊഡക്ടിവിറ്റി എന്ന് വിചാരിക്കുന്നത്? അതല്ലല്ലോ, നമ്മൾ പല ആൾക്കാരും തിങ്ക് ചെയ്യുന്നതും നമുക്ക് ഒരു ഫ്രഷ് തോട്ടൊക്കെ വരുന്നത് നമ്മൾ എണീറ്റ് നടക്കുമ്പോഴോ നമ്മൾ ചായ കുടിക്കുമ്പോഴോ അങ്ങനത്തെ കേസുകളൊക്കെയാണ്. സോ ഒരു കമ്പ്യൂട്ടറിൽ ഒരു സ്ഥലത്ത് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ആക്ച്വലി മോസ്റ്റ് കേസിൽ ഡിപ്പ് ആവുകയാണ് ചെയ്യണത്. ആൻഡ് ഈ ഇന്ത്യൻ കമ്പനീസൊക്കെ ഏത് കാലത്ത് മനസ്സിലാക്കുമെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഈ കേസിൽ പുള്ളിക്കാരി അപ്പം തന്നെ ഇട്ടിട്ട് പോകുന്നു. കാരണം സംഭവം പണിയാവും, തലവേനയാവുമെന്ന് പുള്ളിക്കാരിക്ക് അപ്പം തന്നെ മനസ്സിലായി. ഓക്കെ, സോ നിങ്ങൾ സാംസങ് യൂസറാണ് ആൻഡ് നിങ്ങൾക്കൊരു ആപ്പിൾ ഫ്രണ്ട് ഉണ്ടോ എന്നാൽ അവർക്ക് എന്തായാലും ഈ ന്യൂസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോ. സോ സാംസങ്ങിൻ്റെ ഒരു പുതിയൊരു വാർത്ത വന്നു. ആപ്പിളിൽ അടുത്ത ഐഫോണിൻ്റെ സെൻസർ, ക്യാമറയുടെ സെൻസർ ആദ്യമായിട്ട് സപ്ലൈ ചെയ്യാൻ പോകുന്നത് സോണി അല്ലാത്ത ആദ്യത്തെ കമ്പനിയായിട്ട് സാംസങ് ആണ്. ഓക്കെ, അടുത്ത ഐഫോണിൻ്റെ സെൻസർ സപ്ലൈ ചെയ്യുന്നത് സാംസങ് ആണ്. ആൻഡ് ഇത് സാംസങ് സപ്ലൈ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ സാംസങ് ഒരു പുതിയൊരു ടെക്നോളജി, സെൻസർ സ്റ്റാർഡ് ടെക്നോളജി കണ്ടുപിടിച്ചു. ആൻഡ് ആ ടെക്നോളജിയുടെ മികവ് കാരണമാണ് ആപ്പിൾ സാംസങ് ആയിട്ട് ഡീല് വരുത്തിയത്. പ്ലസ് ചെറിയ ടോപ്പ് എന്ന് പറഞ്ഞാൽ സാംസങ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് US തന്നെയാണ്. ആൻഡ് ട്രംപിന് US മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓവറോൾ പുഷ് കമ്പനികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആപ്പിളിന് ഈ ഒരു ക്യാമറ സെൻസർ സംഭവം US പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്കും ഒരു ഗുണകരമായിട്ടുള്ള കാര്യമാണ്. സോ ആപ്പിളെ സംബന്ധിച്ച് ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി വെരി ഗുഡ് ടൈം ഫോർ സാംസങ്. നമ്മൾ സാംസങ് കൺസ്യൂമേഴ്സ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സാംസങ് പ്രോഡക്റ്റ്സ് അത്ര നല്ലതല്ല അല്ലെങ്കിൽ പഴയമാതിരി കോമ്പറ്റീറ്റീവ് അല്ല എന്ന് തോന്നുമെങ്കിലും സാംസങ് സൈഡിൽ അവർ വളരെ നല്ലൊരു സമയത്തൂടെ പോണേ. കാരണം സാംസങ് ആണ് ലോകത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചിപ്പ് മാനുഫാക്ചറേഴ്സ്. ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ചിപ്സ്. ആൻഡ് മെമ്മറി ചിപ്സ് ഇപ്പോൾ AI ബൂം കാരണം ഭയങ്കര ഹൈ പ്രൈസ് കൂടെ പോയിരിക്കുകയാണ്. ആൻഡ് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിൽ അവരുടെ പ്രോഫിറ്റ് 8 ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ആക്ച്വലി ടോപ്പ് ടെക് ഫോംസ് ആയ മെറ്റയുടെ അടുത്തൊക്കെ കൂടിയാണ് അവർ പ്രോഫിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേ ആർ ഓൾമോസ്റ്റ് as പ്രോഫിറ്റബിൾ ആസ് ആപ്പിൾ ഇറ്റ് സെൽഫ്. ആൻഡ് മെമ്മറി പ്രൈസ് ഈ അടുത്തൊന്നും താഴേക്ക് വരാനുള്ള ചാൻസും ഇല്ല. ആക്ച്വലി സാംസങ്ങിൻ്റെ ഫോൺ ബിസിനസ് ഈ വർഷം ചിലപ്പോൾ നെഗറ്റീവായിട്ട് ലോസിലേക്ക് പോകുമെന്ന് വരെ പറയുന്നു. കാരണം സാംസങ്ങിൻ്റെയാണ് മെമ്മറി ചിപ്സ് ഒക്കെ കൊടുക്കുന്നത്. സോ അതിൻ്റെ ഹൈ പ്രൈസസ് കാരണം തന്നെ ഫോൺസ് നെഗറ്റീവ് പ്രോഫിറ്റിലേക്ക് പോകാൻ വരെ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ സാംസങ് ഈസ് ഹാവിങ് എ വെരി ഗുഡ് ടൈം. ആൻഡ് ഇപ്പോൾ അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ആപ്പിളിൻ്റെ ഡീലും കൂടിയും കിട്ടിയിരിക്കുകയാണ്. സോ നമുക്കെല്ലാവർക്കും ക്വിക്ക് കോമേഴ്സും അങ്ങനത്തെ ആപ്സിനെ പറ്റിയൊക്കെ അറിയാം അല്ലേ. ഒരു സാധനം വീട്ടിലേക്ക് 15 മിനിറ്റ് കൊണ്ടുവന്ന് വരുന്നു, അല്ലെങ്കിൽ ഫുഡ് അരമണിക്കൂറിനുള്ളിൽ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് സ്വിഗ്ഗി, സൊമാറ്റോ, സെറ്റ് മാതിരിയുള്ള ആപ്സൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അതുമാതിരി പുതിയൊരു സർവീസ് ഇന്ത്യ വന്നിരിക്കുകയാണ്, ഹയറിംഗ് ഡൊമസ്റ്റിക് ഹെൽപ്പ്. അതെ, വീട്ടു ജോലിക്കാരെ 15 മിനിറ്റിനുള്ളിൽ ഹയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് വന്നിരിക്കുകയാണ്. അർബൻ കമ്പനി, പ്രോൺട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്സാണ് ഇത് ചെയ്യുന്നത്. സോ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഓക്കെ, ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ ഗുഡ് ഇനീഷ്യേറ്റീവ്. പക്ഷേ ഇതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം അൺലൈക്ക് ദി അതേഴ്സ് ഫോർ ഫുഡ് ഓർ അങ്ങനത്തെ ഒരു കമ്മോഡിറ്റീസ് ബീങ് ഡെലിവേർഡ്, ഇവിടെ ആക്ച്വലി മനുഷ്യൻ്റെ സേവനമാണ് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇനീഷ്യലി ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ദേ ഡു റിപ്പോർട്ട് ഹയർ ഏർണിങ്സ്. 10,000-15,000 രൂപയൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് 20,000-25,000 രൂപ വരെ ഏൺ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഈ ആപ്പുകളും ഈ അൽഗോറിതംസൊക്കെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി അൽഗോറിതം ഡ്രിവൺ ആണ്. ആൻഡ് അവരൊന്നും അക്കോമഡേറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അല്ലെങ്കിൽ ഒരു വൃത്തിയാക്കുന്ന ആൾ നടന്നു വരാനുള്ള സമയം, അവർക്ക് ആ വീടിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് പണി, ബേസിക്കലി ഇവർ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ എത്ര റേറ്റ് ചെയ്യുന്നു, ആൾ എത്ര വൃത്തിയിൽ പണി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യണത്. എന്നാൽ അവർ 8 മണിക്കൂറൊക്കെ ഒരു സ്ഥലത്ത് ഭയങ്കര വലിയൊരു വീട്ടിൽ അടിച്ചു വാരി തുടച്ച് ചിലപ്പോൾ ഓണറിൻ്റെ കാര്യങ്ങളൊക്കെ സഹിച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ പറ്റിയൊന്നും അറ്റ്ലീസ്റ്റ് ഫോർ നൗ ആൽഗോറിതംസ് ഒന്നും ക്ലിയർ ആയിട്ടൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്നില്ല. ആൻഡ് ദിസ് അൾട്ടിമേറ്റ്ലി ഷോസ് ഇന്ത്യയിൽ കുറേ സ്റ്റാർട്ടപ്സ് നോക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ വാസ്റ്റ് പോപ്പുലേഷനും
ഓൾമോസ്റ്റ് ലേബറിനെ ഡിസ്പോസിബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, വാസ്റ്റ് പോപ്പുലേഷൻ കാരണം ഉണ്ടാക്കുന്ന ലേബറിനെ ഡിസ്പോസിബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അത് വെച്ച് ആപ്സ് ബിൽഡ് ചെയ്ത് ബിസിനസ്സുകൾ പ്രോഫിറ്റ് ഓഫ് ചെയ്യുക. ആൻഡ് ഊബറിൻ്റെ കേസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഊബർ, ആപ്പിൾ പോലെയുള്ള ആപ്സിൽ ആദ്യകാലത്ത് ആൾക്കാർക്ക് കിട്ടിയിരുന്ന കാശ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം അതിന് മുകളിൽ ഏൺ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ പിന്നീട് ആ എമൗണ്ട് കാര്യമായിട്ട് കുറയുകയാണ് ചെയ്തത്. ആൻഡ് അതുമാതിരി തന്നെ ഇങ്ങനത്തെ സകലമാരിയുള്ള മനുഷ്യന്മാരെയും ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനത്തെ ഓരോ സ്റ്റാർട്ടപ്സ് വരുമ്പോൾ അത് എന്താണെന്ന് കണ്ടറിയണം. ഇതൊരു ഇറ്റ് ഈസ് എ ഗുഡ് ഇനീഷ്യേറ്റീവ് എന്ന് വേണം പറയാൻ. കാരണം ഭയങ്കര ഇൻഫോർമലായി നടന്ന ഒരു ഇൻഡസ്ട്രീനെ ഫോർമലൈസ് ചെയ്യലും കസ്റ്റമറിൻ്റെ എൻഡ് പോയിന്റിൽ മോർ ആക്സസിബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഗുഡ് ഇൻ എ ഫ്യൂ വേസ്. പക്ഷേ ഇതിന് എത്രമാത്രം ആ കമ്പനീസ് ഒരു മനുഷ്യത്വപരമായി ഇതിനെ ഡീൽ ചെയ്യുന്നുള്ള കാര്യം ഇറ്റ്സ് സ്റ്റിൽ എ ക്വസ്റ്റ്യൻ. ആൻഡ് ദ ലാസ്റ്റ് ന്യൂസ്, ദ ബിഗസ്റ്റ് ന്യൂസ് ഓഫ് ദിസ് വീക്ക്, വീണ്ടും ഈ ആഴ്ച ഇറ്റ് ഈസ് ഫ്രം ആന്ത്രോപിക്. ആൻഡ് ഇത് കഴിഞ്ഞ ആഴ്ച മാറിയല്ല, ദിസ് ഇസ് എ ബിഗ് വൺ. ഓക്കെ, ആന്ത്രോപിക്കിൻ്റെ ഒരു പുതിയ മോഡൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അവർ പബ്ലിക്കലി ഇറക്കിയിട്ടില്ല, പക്ഷെ അവർ അനൗൺസ് ചെയ്തു. ഇറ്റ് ഇസ് കോൾഡ് ക്ലോഡ് മിത്തോസ് ആൻഡ് ഇറ്റ്സ് സംതിങ് ഓഫ് എ മിത്ത് ഇറ്റ് സെൽഫ്. സോ ബേസിക്കലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ദിസ് ഇസ് ഫസ്റ്റ് ഓഫ് ഓൾ ദ മോസ്റ്റ് ബ്രില്യൻ മോഡൽ എവർ എന്നാണ് ആന്ത്രോപിക് ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ അവർ ഇംപ്രൂവ്ഡ് റീസണിങ്, ഇംപ്രൂവ്ഡ് കോഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കേപ്പബിലിറ്റീസിന് വേണ്ടി ട്രെയിൻ ചെയ്തതാണ്. പക്ഷേ ആ ട്രെയിനിങ്ങിലൂടെ ഇതിന് വേറെ അബിലിറ്റീസ് കിട്ടി. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മോഡലിൽ ഇവരൊരു സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തത്തെ എൻവയോൺമെൻറ്റ് ആയിട്ടൊന്നും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാതെ ഒരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിൽ തന്നെ ഒരു സിസ്റ്റത്തിൽ റൺ ചെയ്യുമ്പോൾ വരെ ഈ മോഡൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി കണ്ടുപിടിക്കുകയും പുറത്തിരിക്കുന്ന ഒരു റിസർച്ചറിന് ഇൻ്റർനെറ്റിൽ കൂടെ ഇമെയിൽ അയക്കുകയും ചെയ്തു. പോരാത്തതിന് 17-16 വർഷമുള്ള FFmpeg അങ്ങനത്തെ OpenBSD പോലെയുള്ള സോഫ്റ്റ്വെയറിൽ അത്രയും വർഷം മുന്നേയുള്ള ബഗ് വരെ ഈ ക്ലോഡ് മിത്തോസ് ഒറ്റയടിക്ക് കണ്ടുപിടിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ അണ്ടർഹുഡിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ OpenBSDയും FFmpeg ഒക്കെ. അതിൻ്റെ ഉള്ളിലെ വൾനറബിലിറ്റി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഹാക്ക് ചെയ്ത് കയറാൻ പറ്റുന്ന സാധനം 27 വർഷമായിട്ട് ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരുന്നു. അത് മനുഷ്യന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, പക്ഷേ ക്ലോഡ് മിത്തോസ് കണ്ടുപിടിച്ചു. ഇത്രയും കേപ്പബിലിറ്റി ഉള്ള സ്ഥലം ഒരു കേസിൽ അതിനെ ബെഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് വേണമെന്ന് വെച്ച് തന്നെ പെർഫോമൻസ് കുറച്ച് കാണിക്കുകയും അതുപോലെ തന്നെ അത് തന്നെ അതിൻ്റെ പ്രോംപ്റ്റിങ് കാരണം അത് ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്ത് പോയൊരു റൂട്ടിൻ്റെ ഹിസ്റ്ററി അത് തന്നെ ക്ലിയർ ചെയ്ത് കളയാ പോലെയുള്ള വളരെ വിയേർഡായിട്ടുള്ള പേടിപ്പിക്കുന്ന കേപ്പബിലിറ്റീസ് ക്ലോഡ് മിത്തോസ് കാണിച്ചു എന്നാണ് ആന്ത്രോപിക് പറയുന്നത്. ആൻഡ് ഈ കാരണം കൊണ്ട് തന്നെ ആന്ത്രോപിക് ക്ലോഡ് മിത്തോസിൻ്റെ പ്രീവ്യൂ വേർഷനെ പബ്ലിക്കലി റിലീസ് ചെയ്യില്ല എന്നും പറഞ്ഞു. ആസ് ഓഫ് നൗ അവർ ആപ്പിൾ, ഗൂഗിൾ പോലെയുള്ള ബിഗ് ടെക് കമ്പനീസായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഈ കണ്ടുപിടിച്ച സോഫ്റ്റ്വെയർ ബഗ്സിനെയൊക്കെ അവർക്ക് എക്സ്പോസ് ചെയ്ത് പാച്ച് ചെയ്യാനുള്ള വർക്കിലാണ്. ഇങ്ങനെ പാച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർ ഈ ക്ലോഡ് മിത്തോസ് പബ്ലിക്കലി എന്തെങ്കിലും റിലീസ് ചെയ്യണമെങ്കിൽ ആൾക്കാർ ഈ വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ കമ്പനീസ് തന്നെ ഈ വൾനറബിലിറ്റീസ് പാച്ച് ചെയ്ത് അവരുടെ സോഫ്റ്റ്വെയറിനെ സെക്യൂർ ആക്കി മാറ്റുക യൂസിങ് മിത്തോസ്. ഓൾസോ അവർ മിത്തോസിനെ നിയർ ബൈ ടൈമിൽ അവർ മിത്തോസിനെ പബ്ലിക് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു മോർ ഹയർ ബിഗ്ഗർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് അവരുടെ എൻ്റർപ്രൈസ് കാര്യങ്ങൾക്കോ അങ്ങനത്തെ കാര്യങ്ങൾക്കോ വേണ്ടി എക്സ്പോസ് ചെയ്ത് കൊടുക്കുക. കാരണം പബ്ലിക് റിലീസിന് ഈ മോഡൽ ടു ഡേഞ്ചറസ് ആണ് എന്നാണ് ആന്ത്രോപിക് പറയുന്നത്. നൗ ടേക്ക് ഓൾ ഓഫ് ദിസ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. ഇതിൽ എത്രമാത്രം സത്യമെന്ന് അറിയില്ല. പല മോഡൽസും റിലീസ് ചെയ്ത കേപ്പബിലിറ്റീസിന് വരെ പിന്നീട് യൂസ് ചെയ്ത് താഴേക്ക് ഡിമിനിഷ് ആയി പോകുന്നതാണ് നമ്മൾ കണ്ടത്, ദി എൻസെറ്റിഫിക്കേഷൻ. പക്ഷേ മിത്തോസിൻ്റെ കാര്യത്തിൽ അതെന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല. ഇതിൽ എത്രമാത്രം സത്യം എന്നറിയില്ല. കാര്യങ്ങൾ പറയുന്നത് ആന്ത്രോപിക്കാണ്, കാര്യങ്ങൾ കണ്ടത് ആന്ത്രോപിക്കാണ്, ബാക്കി ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. ബട്ട് ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് പ്രിറ്റി സ്കെറി ആൻഡ് ഐ കൈൻഡ് ഓഫ് ബിലീവ് ആന്ത്രോപിക്. ഇതിനൊക്കെ ഉള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്താണെന്നറിയില്ല, കാര്യങ്ങൾ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ന്യൂസ് ദിസ് വീക്ക്, ആന്ത്രോപിക്സ് ക്ലോഡ് മിത്തോസ് മോഡൽ. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇതായിരുന്നു ഈ ആഴ്ചത്തെ വീക്ക്ലി റീക്യാപ്പ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഓൾസോ ഈ വീഡിയോസിൻ്റെ പല ക്ലിപ്സും ഞാൻ നിങ്ങൾക്ക് ഷോർട്സും റീൽസൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. യു കെൻ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. യു ഷുഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് വീഡിയോ റീച്ച് ചെയ്യാൻ അതെനിക്ക് സഹായിക്കും. And your support means that I can keep this going as much as possible. So thank you for watching. I'll see you next week. Take care.